कृष्ण। ओम नमो भगवते वासुदेवाय। 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 हरे कृष्ण। श्री चैतन्य चरितामृतം ആദി ലീല അധ്യായം 10 ചൈതന്യ വൃക്ഷത്തിന്റെ ശാഖകൾ ശ്ലോകങ്ങൾ 137 മുതൽ 145 വരെ. 137. മാധവീ ദേവി ശിഖ്യാ മാഹീതിരാ ഭാഗിനി ശ്രീ രാധാരദാസി മധ്യേയാണ്ഡ നാമഗണി. മാധവീ ദേവി शिखी माहितीरा भागिनी श्री राधारदासी मध्ये यांगनामगनी. माधवी देवी श्री महितीरा भागिनी श्री राधारदासी मध्ये यांगनामगनी. हरे कृष्ण। श्री माधवी देवी श्री माहितिर भागिनी श्री राधा दासी मध्ये नामगणी. മാധവി ദേവി മാധവി ദേവി ശിഖി മാഹിതിയുടെ ഭഗിനി സഹോദരി ശ്രീമതി രാധാറാണിയുടെ ദാസിമാർക്കിടയിൽ യാൻഡ ആരുടെ നാമം ഗണി എണ്ണുക. വിവർത്തനം ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. പ്രമുഖരായ ഭക്തരിൽ 17ാമത്തെ ഇളയ സഹോദരിയായിരുന്നു. അവൾ മുമ്പ് ശ്രീമതി രാധാറാണിയുടെ ഒരു ദാസിയായിരുന്നു എന്ന് കരുതപ്പെടുന്നു. ഭാവാർത്ഥം ശ്രീ അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. ചൈതന്യ ചരിതാമൃതത്തിന്റെ അന്ത്യലീല 2-ാം അധ്യായത്തിൽ 104 മുതൽ 106 വരെ ശ്ലോകങ്ങളിൽ മാധവി ദേവിയെ കുറിച്ചുള്ള വിവരണമുണ്ട്. ശ്രീ ചൈതന്യ മഹാപ്രഭു അവളെ ശ്രീമതി രാധാറാണിയുടെ ദാസിമാരിൽ ഒരുവളായി പരിഗണിച്ചിരുന്നു. ഈ ലോകത്തിൽ ചൈതന്യ മഹാപ്രഭുവിന് അതിവിശ്വസ്തരായ 3.5 ഭക്തന്മാരുണ്ടായിരുന്നു. സ്വരൂപ ദോസാനി, രാമാനന്ദരായ, സിഹി മാഹിതി എന്നിവരായിരുന്നു 3 പേർ. സിഹി മാഹിതിയുടെ സഹോദരി മാധവി ഒരു സ്ത്രീ ആയതിനാൽ പകുതിയായി പരിഗണിക്കപ്പെട്ടു. അപ്രകാരം ശ്രീ ചൈതന്യ മഹാപ്രഭുവിന് വിശ്വസ്തരായ 3.5 ഭക്തന്മാരുണ്ടെന്ന് പരിഗണിക്കപ്പെട്ടു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 138. ഈശ്വരപുരീരാ ശിഷ്യ ബ്രഹ്മചാരി കാശീശ്വര ശ്രീ ഗോവിന്ദനാമ താണ്ഡാ പ്രിയ അനുചര. ഈശ്വരപുരീരാ ശിഷ്യ ബ്രഹ്മചാരി കാശീശ്വര ശ്രീ ഗോവിന്ദനാമ താണ്ഡാ പ്രിയ അനുചര. ഈശ്വരപുരീരാ ശിഷ്യ ബ്രഹ്മചാരി കാശീശ്വര ശ്രീ ഗോവിന്ദനാമ താണ്ഡാ പ്രിയ അനുചര. ഹരേ കൃഷ്ണ. ഈശ്വരപുരിയുടെ ശിഷ്യൻ ബ്രഹ്മചാരി കാശീശ്വരൻ ശ്രീഗോവിന്ദൻ നാമ പേര് താണ്ഡ്ര അദ്ദേഹത്തിന്റെ വളരെ പ്രിയപ്പെട്ട അനുചരൻ. വിവർത്തനം ശീല പ്രഭുപാദ് കി ജയ്. ബ്രഹ്മചാരി കാശീശ്വരൻ ഈശ്വരപുരിയുടെ ഒരു ശിഷ്യനായിരുന്നു. ശ്രീ ഗോവിന്ദൻ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രിയ ശിഷ്യനുമായിരുന്നു. ഭാവാർത്ഥം ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ഗോവിന്ദൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ സ്വകാര്യ സേവകനായിരുന്നു. മുമ്പ് വൃന്ദാവനത്തിൽ ഭൃത്യന്മാരായിരുന്ന ഭംഗുരനും ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകളിൽ കാശീശ്വരനും ഗോവിന്ദനുമായെന്ന് ഗൗരഗണോദ്ദേശ ദീപികയിൽ 137 പറയുന്നു. ഗോവിന്ദൻ എല്ലായ്പ്പോഴും മഹാപ്രഭുവിന്റെ സേവനത്തിൽ അത്യന്തം സന്ദിഗ്ധമായ അവസ്ഥകളിൽ പോലും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 139. താണ്ഡ സിദ്ധികാലേ ദ്വാൻഹേ താണ്ഡ ആജ്ഞപാന നീലാചലേ പ്രഭുസ്ഥാനേ വിലീല ആശിയാ. താണ്ഡ സിദ്ധികാലേ ദ്വാൻഹേ താണ്ഡ ആജ്ഞാപാന നീലാചലേ പ്രഭുസ്ഥാനേ വിലീല ആസിയാ. താണ്ഡ സിദ്ധികാലേ ദ്വാൻഹേ താണ്ഡ ആജ്ഞാപാന നീലാചലേ പ്രഭുസ്ഥാനേ വിലീല ആസിയാ. वत्सलामाजी. हरे कृष्ण प्रभु जी.
तांड्रा सिद्धि काले दोन्हे तांड्रा आज्ञा पाया नीलाचले प्रभुस्थाने मिलिला आसिया. പദാനുപദാർത്ഥം താൻഡ്ര സിദ്ധികാലേ. ഈശ്വരപുരിയുടെ വേർപാടിന്റെ സമയത്ത് ദോൻഹെ അവർ ഇരുവരും താൻഡ്ര അദ്ദേഹത്തിന്റെ ആജ്ഞ പായ നേടുക നീലാചലെ ജഗന്നാഥപുരിയിൽ പ്രഭുസ്ഥാനെ മഹാപ്രഭുവിന്റെ സ്ഥാനത്ത് മിലില സന്ധിച്ചു ആസിയ വന്നു. വിവർത്തനം ശ്രീ എസ് സി ഭക്തിവേദാന്ത സ്വാമി ശിലാപ്രഭാത് മഹാരാജ് കി ജയ്. നീലാചലത്തിന്റെ ജഗന്നാഥപുരിയുടെ പ്രമുഖ ഭക്തന്മാരുടെ പട്ടികയിൽ കാശീശ്വരൻ 18-മതും ഗോവിന്ദൻ 19-മതുമാണ്. അവർ ഇരുവരും ഈശ്വരപുരിയുടെ അന്ത്യകാല ആജ്ഞ അനുസരിച്ച് ജഗന്നാഥപുരിൽ മഹാപ്രഭുവിന്റെ അടുത്ത് വന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 140. ഗുരുരാ സംബന്ധേ മാന്യകൈല ദുൻഹാകരേ താൻഡ ആജ്ഞമാനി സേവാ ദിലേന ദ്വൻഹരേ. ഗുരുരാ സംബന്ധേ മാന്യ കൈല ദുൻഹാകാരേ താൻഡ ആജ്ഞമാനി സേവ ദിലേന ദ്വൻഹരേ. ഗുരുരാ സംബന്ധേ മാന്യ കൈല ദുൻഹാകരേ താൻഡ ആജ്ഞമാനി സേവാ ദിലേന ദ്വൻഹരേ. ഗീതമാജി. ഹരേ കൃഷ്ണ. ഗുരുര സംബന്ധേ ഗുരുവുമായി ബന്ധപ്പെട്ട് മാന്യ ബഹുമാനം കൈല അർപ്പിച്ചു ദുൻഹാകാരെ അവർ ഇരുവർക്കും താൻഡ്ര ആജ്ഞ അദ്ദേഹത്തിന്റെ ആജ്ഞ മാനി സ്വീകരിക്കുക സേവ സേവനം ദിലേന നൽകി ദോൻഹാരെ ഇരുവരും. വിവർത്തനം കാശീശ്വരനും ഗോവിന്ദനും ശ്രീ ചൈതന്യ മഹാപ്രഭുവിന് ഗുരു സഹോദരന്മാരായിരുന്നു. അതിനാൽ അവർ വന്ന ഉടനെ മഹാപ്രഭു അവരെ യഥോചിതം ആദരിച്ചു. എങ്കിലും മഹാപ്രഭുവിന് സ്വകാര്യ സേവനം നൽകാൻ ഈശ്വരപുരി അവരോട് ആജ്ഞാപിച്ചതിനാൽ അവിടുന്ന് അവരുടെ സേവനം സ്വീകരിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 141. അംഗസേവ ഗോവിന്ദേരേ ദിലേന ഈശ്വര ജഗന്നാഥ ദേഖിതേ ചലേന ആകെ കാശീശ്വര. അംഗസേവ ഗോവിന്ദേരേ ദിലേന ഈശ്വര ജഗന്നാഥ ദേഖിതേ ചലേന ആകെ കാശീശ്വര. അംഗസേവ ഗോവിന്ദേരേ ദിലേന ഈശ്വര ജഗന്നാഥ ദേഖിതേ ചലേന ആകെ കാശീശ്വര. രമണിമാജി. ഹരേ കൃഷ്ണ പ്രഭു. പദാനുപദാർത്ഥം ശാരീരിക സേവനം ഗോവിന്ദേരെ ഗോവിന്ദന് ദിലേന അദ്ദേഹം നൽകി ഈശ്വര ഭഗവാൻ ജഗന്നാഥമൂർത്തി ദേഖിതെ ദർശിക്കാൻ പോകുന്നതിനിടയിൽ ചലേന പോകുന്നു ആകെ മുന്നിൽ കാശീശ്വരൻ. വിവർത്തനം ശ്രീല ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. ഗോവിന്ദൻ മഹാപ്രഭുവിന്റെ തിരുവുടലിനെ സേവിച്ചു. മഹാപ്രഭു ജഗന്നാഥനെ സന്ദർശിക്കാൻ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അവിടുന്ന് മുന്നിൽ നടന്ന കാശീശ്വരൻ സംരക്ഷണം നൽകി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. 142. അപരശായ ഗോസാനി മനുഷ്യഗഹനെ മനുഷ്യഥേരി പതാകരെ കാശി ബലവാനെ. അപരശായ ഗോഷാനി മനുഷ്യഗഹനെ മനുഷ്യഥേരി പതാകരെ കാശി ബലവാനെ. അപരശായ ഗോഷാനി മനുഷ്യഗഹനെ മനുഷ്യ ഠേരി പഥാ കരേ കാശി ബലവാനെ. ജയമാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. പദാനുപദാർത്ഥം അപരശ സ്പർശിക്കാതെ യായ പോവുക ഗോസാനി ശ്രീ ചൈതന്യ മഹാപ്രഭു മനുഷ്യഗഹനെ ജനക്കൂട്ടത്തിൽ മനുഷ്യ ഡെയിലി ജനങ്ങളെ തള്ളി മാറ്റി പദകരെ വഴി തെളിയിച്ചു കാശീശ്വരൻ ബലവാനെ ബലവാനായ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ചൈതന്യ മഹാപ്രഭു ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ബലവാനായ കാശീശ്വരൻ തന്റെ കൈകളാൽ ജനങ്ങളെ ഇരുവശത്തേക്കും തള്ളിമാറ്റി വഴിതെളിയിച്ചുകൊണ്ട് ഭഗവാന് ആരെയും സ്പർശിക്കാതെ കടന്നുപോകാൻ സൗകര്യമൊരുക്കി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. 143. രാമായി നന്ദായി ദോനെ പ്രഭുര കിങ്കര ഗോവിന്ദര സംഗേ സേവാ കരേ നിരന്തര. രാമായി നന്ദായി ദോനെ പ്രഭുര കിങ്കര
गोविंदेर संगे सेवा करे निरंतरा। रामाय नंदाय दोन्हे प्रभुरा किंकरा, गोविंदेर संगे सेवा करे निरंतरा। वसुपुष्पु। हरे कृष्णा। रामाय नंदाय दोन्हे प्रभुरा किंकरा, गोविंदेर संगे सेवा करे निरंतरा. പ്രധാന പദാർത്ഥം രാമായി നന്ദായി എന്നിവർ, ദോൻഹെ ഇരുവരും, പ്രഭുവിന്റെ, കിങ്കര ദാസന്മാർ, ഗോവിന്ദനോടൊപ്പം, സംഘത്തിൽ, സേവനം, ചെയ്തു, നിരന്തര എല്ലായ്പ്പോഴും. വിവർത്തനം ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. ജഗന്നാഥപുരിയിലെ പ്രധാന ഭക്തന്മാരിൽ 20-മനും 21-മനുമായിരുന്നു രാമായിയും നന്ദായിയും. മഹാപ്രഭുവിനെ സേവിക്കുന്നതിനായി 24 മണിക്കൂറും ഗോവിന്ദനെ സഹായിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 144. വൈശാഖടജലാദൈനെ ഭരേണ രാമായി, ഗോവിന്ദജ്ഞായേ സേവകരേണേ നന്ദായി. വൈശഘടാ ജലദീനെ ഭരേണ രാമായി, ഗോവിന്ദജ്ഞായ സേവകരേണേ നന്ദായി. വൈശഘടാ ജലദീനെ ഭരേണ രാമായി, ഗോവിന്ദജ്ഞായ സേവകരേണേ നന്ദായി. ഹരേ കൃഷ്ണ. പദാനുപദ വിവർത്തനം. ബായിഷ 22 ഘട വലിയ ജലകുംഭങ്ങൾ, ജലം, ദിനെ ദിവസവും, ഭരേന നിറയ്ക്കുക, രാമായി, ഗോവിന്ദ ആജ്ഞയായ ഗോവിന്ദന്റെ ആജ്ഞപ്രകാരം, സേവനം, കരേന നിർവഹിക്കുക, നന്ദായി. വിവർത്തനം ശീല പ്രഭുപാദ് കി ജയ്. നന്ദായി ഗോവിന്ദനെ നേരിട്ട് സഹായിച്ചപ്പോൾ രാമായി ദിവസവും 22 വലിയ ജലകുംഭങ്ങളിൽ ജലം നിറച്ചു. ഭാവാർത്ഥം ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദ് കി ജയ്. ശ്രീകൃഷ്ണ ലീലയിൽ മുമ്പ് ഭഗവാന് പാലും ജലവും നൽകിക്കൊണ്ടിരുന്ന 2 ഭൃത്യന്മാർ ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകളിൽ രാമായിയും നന്ദായിയുമായെന്ന് ഗൗരഗണോദ്ദേശ ദീപികയിൽ 139 പറയുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 145. കൃഷ്ണദാസനാമ ശുദ്ധകുലീന ബ്രാഹ്മണാം, യാരേ സംഗേ ലയ്യ കൈല ദക്ഷിണാഗമനാം. കൃഷ്ണദാസനാമ ശുദ്ധകുലീന ബ്രാഹ്മണാം, യാരാ സംഗേ ലയ്യ കൈല ദക്ഷിണാഗമനാം. കൃഷ്ണദാസനാമ ശുദ്ധകുലീന ബ്രാഹ്മണാം, യാരേ സംഗേ ലയ്യ കൈല ദക്ഷിണഗമനാം. വത്സമാജി. ഹരേ കൃഷ്ണ പ്രഭുജി. കൃഷ്ണദാസ നാമ ശുദ്ധ കുലീന ബ്രാഹ്മണ, യാരേ സംഗേ ലയ്യ കൈലാ ദക്ഷിണ ഗമന. പ്രധാന പദാർത്ഥം കൃഷ്ണദാസൻ നാമ പേരുള്ള ശുദ്ധ പരിശുദ്ധനായ, കുലീന ബഹുമാന്യനായ, ബ്രാഹ്മണൻ, യാരെ ആര്, സംഗേ ഒപ്പം, ലയ്യ സ്വീകരിക്കുക, കൈല ചെയ്തു, ദക്ഷിണേന്ത്യ ഗമന പോവുക. വിവർത്തനം. 22-മത്തെ ഭക്തനായ കൃഷ്ണദാസൻ ശുദ്ധവും കുലീനവുമായ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചവനായിരുന്നു. ചൈതന്യ ഭഗവാൻ ദക്ഷിണ ഭാരത പര്യടനം നടത്തിയപ്പോൾ കൃഷ്ണദാസനെ തന്റെ ഒപ്പം കൂട്ടി. ഭാവാർത്ഥം ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ് ഹോ. കൃഷ്ണദാസിനെ കുറിച്ച് മധ്യലീല 7ഉം 9ഉം അധ്യായങ്ങളിൽ വിവരിക്കുന്നുണ്ട്. അദ്ദേഹം ചൈതന്യ ഭഗവാന്റെ ജലകുംഭം വഹിക്കുന്നതിന് ഭഗവാന്റെ കൂടെ പോയി. മലബാർ സംസ്ഥാനത്ത് വെച്ച് ഭട്ടത്തിരി സമ്പ്രദായത്തിൽപ്പെട്ട ചിലർ കൃഷ്ണദാസിനെ വശീകരിക്കുന്നതിന് ഒരു സ്ത്രീയെ അയക്കാൻ ശ്രമിച്ചു. ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തെ ദോഷം സംഭവിക്കാതെ രക്ഷിച്ചെങ്കിലും അവർ ജഗന്നാഥപുരിയിൽ മടങ്ങിയെത്തിയ ഉടനെ കൃഷ്ണദാസിനെ തന്നിൽ നിന്നും വേർപെടുത്താൻ ഭഗവാൻ ആജ്ഞാപിച്ചു. എന്തുകൊണ്ടെന്നാൽ ഒരു സ്ത്രീയാൽ ആകർഷിക്കപ്പെട്ട ഒരു സഹായിയോട് അനുകൂലമായ ചായ്വ് കാട്ടാൻ മഹാപ്രഭു ഒരിക്കലും തയ്യാറായിരുന്നില്ല. അപ്രകാരം കൃഷ്ണദാസിന് ചൈതന്യ മഹാപ്രഭുവുമായി ഉണ്ടായിരുന്ന നേരിട്ടുള്ള സഹവാസം നഷ്ടമായി. ഹരേ കൃഷ്ണ. ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ, സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ
ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിസിദ്ധാന്ത സരസ്വതി നാമിനെ. ശ്രീ വാഷഭാനവീ ദേവി ദൈത്യായ കൃപാബ്ദേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനേ പ്രഭവേ നമഃ. മാധുര്യോജല പ്രേമാഢ്യാരൂപാനുഗാ ഭക്തിദാം ഗൗരകരുണാശക്തി വിഗ്രഹായ നമസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനകാരിണേ രൂപാനുഗാ വിരുദ്ധവസിദ്ധാന്ത ദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാൽ വൈരാഗ്യമൂർത്തേ വിപ്രലംബരസാംബോധേ പാദാംബുജയേ തേ നമഃ. നമ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗാവരായതേ. ഗൗരാവിർഭവമേ സമുദ്ദിഷ്ട സജ്ജനപ്രിയാ വൈഷ്ണവ സാർവഭൗമോ ശ്രീ ജഗന്നാഥായ തേ നമഃ. ശ്രീരൂപ സനാതന ഭട്ട രഘുനാഥ ശ്രീജീവ ഗോപാല ഭട്ട ദാസ രഘുനാഥ. യശായ ഗോഷായ ഗൗരി ചरण बंधन जहाँ मोते विज्ञानाशभीष्टपूर्ण वाञ्छा कल्पद्रुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. नमो महवदन्याय कृष्णप्रेमप्रदायते कृष्णाय कृष्णचैतन्यनाम्ने गौरतिशे नमः. पंचतत्त्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिगम्. हे कृष्ण करुणा सिंधो दीनबंधो जगल्पदे गोपेशा गोपिका कांदा राधा कांदा नमस्तुते. जयदां सरदो पंगोर्मम मंदमदेर्गदी मत्सर्वस्वपदाम्बोजो राधा मदनमोहन. दिव्यावृन्दारण्यकल्पद्रुमदा श्रीमद्रत्नाकर सिंहासनस्थौ श्रीमद्राधा शीलगोविन्ददेवो प्रेष्ठालभिसेव्यमानो स्मरामि. श्रीमन् रासरसारम्भि वंशीवडतलस्थितः कर्षन् वेणुस्वनैर्गोपी गोपीनाथ श्रियेतुना. तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी ऋषभानुसुते देवी प्रणमामि हरिप्रिये. जय श्री कृष्ण चैतन्य प्रभु नित्यानंदा श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्दा. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. माधवी देवी शिखी माहितीरभागिनी श्री राधारा दासी मध्ये यांद्रा नामगणी. Madhavi Devi, the 17th of the prominent devotees, was a younger sister of Shikhi Mahiti. She is considered to have formerly been a maid servant of Srimati Radharani. പുരിയിലിരിക്കുന്ന ഭഗവാന്റെ ശിഷ്യന്മാരുടെ വർണ്ണനയാണ്. ആരൊക്കെയാണ് പുരിയിലത്തെ ഭഗവാൻ മുഖ്യമായിട്ടുള്ള ദാസന്മാര് അല്ലെങ്കിൽ ദാസിമാര് എന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണത്. അപ്പോൾ 135, 116 ശ്ലോകങ്ങളിൽ പ്രതാപരുദ്രൻ പറയുമ്പോൾ നമുക്കറിയാം ഒറീസത്തെ രാജാവാണ് അദ്ദേഹം. ഗംഗാപരമ്പേരൻ ഗംഗാര വംശത്തിൽപ്പെട്ടാണ് അവര്. കട്ടാക്കാണ് അദ്ദേഹത്തിന്റെ അവരെ തലസ്ഥാന നഗരം കട്ടാക്കാണ്. ചൈതന്യ മഹാപ്രഭു പൊതുവെ പോളിറ്റീഷ്യൻസ് അവരായിട്ട് അധികം സ്ത്രീകളും പോളിറ്റീഷ്യൻസുമായിട്ട് അധികം മിക്സ് ചെയ്യില്ല. ചൈതന്യ ചാണക്യ പണ്ഡിതനും അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രതാപരുദ്രൻ വളരെ ഭഗവാന്റെ ചൈതന്യ മഹാപ്രഭുവിന്റെ ഏറ്റവും കടുത്ത ആരാധന എന്ന അദ്ദേഹത്തിന് ചൈതന്യ മഹാപ്രഭു ഇല്ലാണ്ട് ജീവിക്കാൻ വയ്യ എന്നല്ല അദ്ദേഹത്തിന്റെ അവസ്ഥ. രാജാവാണ്,
രാജാവിൻ്റെ ഡ്യൂട്ടി അദ്ദേഹം ചെയ്യുന്നുണ്ട്. പക്ഷേ ആന്തരികമായിട്ട് അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിൻ്റെ ദാസനായി. ഇത് മനസ്സിലാക്കിയിട്ട് രാജരാമാനന്ദും സ്വരൂപ് ദാമോദരും ചൈതന്യ മഹാപ്രഭുവിൻ്റെ ദർശനം എടുക്കാനായിട്ടുള്ള ഒരു അവസരം പ്രതാപരുദ്രനെ കൊടുക്കുകയാണ് രഥയാത്ര സമയത്ത്. അവിടെ വെച്ച് ഭഗവാന്റെ സേവ ചെയ്യുമ്പോൾ അദ്ദേഹം ശ്രീമദ് ഭാഗത്ത് നിന്ന് കുറേ ശ്ലോകങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചൈതന്യ മഹാപ്രഭുവിനെ അറിയാം, മുമ്പേ അറിയാം, പക്ഷേ റിവീലിപ്പിക്കുകയാണ്. സ്വയം അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ വെളിപ്പെടുത്തുകയാണ് താൻ ഭക്തനാണെന്ന് വെളിപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. പിന്നെ വേറെ കുറെ ഭക്തന്മാർ കൃഷ്ണാനന്ദ, ശിവാനന്ദ, പരമാനന്ദ മഹാപാത്ര, ഭഗവാൻ ആചാര്യ, ബ്രഹ്മാനന്ദ ഭാരതി, ശ്രീ ശിഖി മാഹിതി, ശ്രീ ശ്രുതി മാഹിതി, മുരാരി മാഹിതി, ഇവരെല്ലാം ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഇവിടെ നിന്നുള്ള ഗൗണഗുണപേക്ഷ ദേവിയില് ഇവരെ കുറിച്ചെല്ലാം വർണ്ണിക്കുന്നുണ്ട്. പരമാനന്ദപുരിയെ പറ്റി പറയുന്നുണ്ട്. ചൈതന്യ മഹാപ്രഭുവിന്റെ ഏറ്റവും അടുപ്പമുള്ള ചൈതന്യ മഹാപ്രഭുവിനെ ഉള്ളുകൊണ്ട് മാത്രം, വേറെ ഒന്നും അദ്ദേഹത്തിന്റെ ഹൃദയഭാഗത്തില് ചൈതന്യ മഹാപ്രഭു അല്ലാതെ വേറെ ആരുമില്ല. അത്രത്തോളം ചൈതന്യ മഹാപ്രഭുവിനെ ഉള്ളിൽ വെച്ച് പൂജിച്ചിരുന്ന ആളാണ് പരമാനന്ദ മഹാപാത്ര. ഭഗവാൻ ആചാര്യ വളരെയധികം ഉയർന്ന തരത്തിലുള്ള പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ശതാനന്ദ ഖാൻ എന്ന് പറയുന്ന, പക്ഷേ കംപ്ലീറ്റ് കർമ്മിയാണ് അദ്ദേഹം, പൂർണ്ണമായിട്ടുള്ള കർമ്മം, ഇതിഹാസവാദത്തിന് മാത്രം താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു അച്ഛൻ. ഇളയ സഹോദരൻ ഗോപാല ഭട്ടാചാര്യ, അദ്ദേഹം അദ്വൈതാചാര്യനായിരുന്നു. അദ്വൈതത്തിൽ വളരെയധികം പ്രസിദ്ധിയുള്ള അല്ലെങ്കിൽ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഡിവോട്ടി ആയിരുന്നു ഗോപാല ഭട്ടാചാര്യ, അദ്ദേഹം അനിയൻ. അപ്പോൾ ജഗന്നാഥപുരിയിലേക്ക് ഇദ്ദേഹം വന്നപ്പോൾ, ഈ അനിയൻ വന്നപ്പോൾ ഭഗവാൻ ആചാര്യ അദ്ദേഹത്തിൽ നിന്ന് ഇത് കേൾക്കണം, വേദാന്ത സൂത്രയ്ക്കും കേൾക്കാനായിട്ട് വളരെ താല്പര്യമുണ്ടായി. പക്ഷേ സ്വരൂപ് ദാമോദർ സമ്മതിക്കുന്നില്ല. ശരിയില്ല, നീ പോണ്ട. ചൈതന്യ മഹാപ്രഭുവിനെ പറയും മായാവാദി ഭാഷശുണ്ഠി ഹയാ സർവനാശ. മായാവാദികളുടെ ഭാഷ കേട്ട് കഴിഞ്ഞാൽ സർവനാശം ഉണ്ടാവുള്ളൂ, നമ്മുടെ ഭക്തി മുഴുവൻ ഇല്ലാതെയാവും. അതുകൊണ്ട് കർശനമായിട്ട് സ്വരൂപ് ദാമോദരത്തിനെ വിലക്കി. പിന്നെ ഇതുകൂടാതെ അദ്ദേഹത്തിൻ്റെ തന്നെ ഈ ഭഗവാൻ ആചാര്യയുടെ വേറൊരു ആചാര്യൻ, ഒരു അടുപ്പുള്ള ആള്, അദ്ദേഹം വന്നിട്ട് ഒരു നാടകം എഴുതിയിട്ടുണ്ട്, അത് വായിച്ച് കേൾപ്പിക്കണം എന്ന് ആഗ്രഹിച്ചു. വീണ്ടും സ്വരൂപ് ദാമോദരൻ ശരിയാവില്ല, കാരണം ഭക്തിക്ക് വിരുദ്ധമായിരിക്കുന്ന പല കാര്യങ്ങളും അതിലുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇവിടെ അത് അവതരിപ്പിക്കുന്ന കാര്യമില്ല. പിന്നീട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത് എവിടേക്കാണ് അപകടം പറ്റിയിട്ടുള്ളത്, അവിടെ ഭക്തിക്ക് വിരുദ്ധമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നുണ്ട്, റെഫറൻസ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതോടുകൂടി അദ്ദേഹം ഈ നാടക രചയിതാവിന് അദ്ദേഹത്തിന് മനം മാറ്റം ഉണ്ടാവണം, അദ്ദേഹം ഭക്തനായി മാറണം. ഷിഖി മാഹിതി അദ്ദേഹത്തിൻ്റെ സഹോദരൻ ആയിട്ടുള്ള മുരാരി മാഹിതി, കൂടാതെ അദ്ദേഹത്തിന് അവർക്ക് സിസ്റ്റർ ഉണ്ട്. അടുത്ത ശ്ലോകത്തിൽ 130 ശ്ലോകത്തിൽ പറയുന്നുണ്ട് മാധവി ദേവി. ഷിഖി മാഹിതി എന്നുള്ള രാധാറാണിയുടെ ഏറ്റവും അടുപ്പമുള്ള ദാസിയായിട്ടുള്ള രാംഗലേഖയായിരുന്നു. മാധവി എന്നുള്ളതും രാധാറാണിയുടെ കലാകേളി എന്ന് പറയുന്ന ഒരു ദാസി ആയിരുന്നു മാധവി. ചൈതന്യ ചരിത മഹാകാവ്യ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തില് ഷിഖി മാഹിതിയെ കുറിച്ചിട്ട് കുറെ പരാമർശങ്ങളുണ്ട്. അതിലൊരു പരാമർശത്തിൽ അദ്ദേഹം ഒരിക്കൽ ഭയങ്കര സ്വപ്നം കാണണം, അതിദിവ്യമായിട്ടുള്ള ഒരു സ്വപ്നം അദ്ദേഹം കാണണം, അത്രയധികം രോമാഞ്ചം ഉണ്ടാക്കുന്ന എക്സ്റ്റാറ്റിക് ആയിട്ടുള്ള ആനന്ദപൂർണമായിട്ടുള്ള ഒരു സ്വപ്നം അദ്ദേഹം കാണണം. അതിന് ശേഷം ചൈതന്യ മഹാപ്രഭു പുരീക്ഷേത്രത്തിൽ വരുന്നു. പുരീക്ഷേത്രത്തിൽ കയറി ഓട്ടറിനുള്ളിൽ ജഗന്നാഥിനുള്ളിലേക്ക് കയറി പ്രവേശിക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് വീണ്ടും പുറത്തേക്ക് വരും, അങ്ങനെ വീണ്ടും ഉള്ളിൽ പോവും, വീണ്ടും പുറത്തേക്ക് വരും. ഇത് കണ്ടുകൊണ്ടിരുന്ന അദ്ദേഹത്തിന് ആകെ സന്തോഷം, ആകെ കൂടി വിസ്മയമായിട്ട്, അത്ഭുതമായി, ആനന്ദം കൊണ്ട് അദ്ദേഹം പുളികമായി.
ഇത്രയും വലിയൊരു ഇങ്ങനെ സ്വപ്നം കാണാം. അപ്പം മനസ്സിലായി, ആരാ മനസ്സിലായി? രണ്ടും ഒന്ന് തന്നെയാണ്, ജഗന്നാഥനും ചൈതന്യ മഹാപ്രഭുവും ഒന്ന് തന്നെയാണ്. അതിന് മനസ്സിലായി. ഇത് നിരന്തരം ജഗന്നാഥന്റെ ശരീരത്തിലേക്ക് കയറി വരുന്നു, പുറത്തേക്ക് വരുന്നു. ഇന്ന് അദ്ദേഹം ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരന്മാരായിട്ടുള്ള മുരാരിയും മാധവി ദേവി വരികയാണ്. എന്നിട്ട് ഇദ്ദേഹം മുഴുവൻ പറഞ്ഞു കൊടുക്കും, താൻ കണ്ട സ്വപ്നം എന്താണെന്ന് വിസ്തരിച്ച് പറയുന്നു. എന്നിട്ട് പറയും, ഞാൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് അത്. എന്നിട്ട് ഞാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത് പോയി, ചൈതന്യ മഹാപ്രഭു എന്നെ അദ്ദേഹത്തിന്റെ നീളമുള്ള കരങ്ങളാൽ എന്നെ ആലിംഗനം ചെയ്തു. അപ്പോൾ അവർ ചോദിച്ചാൽ, എന്നാൽ ശരിയല്ലോ, നമുക്കൊന്ന് പോകാലോ, അമ്പലം തൊട്ടടുത്ത് തന്നെ, അമ്മ അവിടുത്തെ പോയി നോക്കാലോ, ചൈതന്യ മഹാപ്രഭു അവിടെ ഉണ്ടോ എന്ന് പോയി പോകുമ്പോൾ ചൈതന്യ മഹാപ്രഭു അവിടെ ഉണ്ട്. ചൈതന്യ മഹാപ്രഭു കണ്ട വഴിക്ക് തന്നെ അദ്ദേഹത്തിനെ ആലിംഗനം ചെയ്യുകയും ചെയ്യും. എന്നിട്ട് പറയും, നിങ്ങൾ മുരാരിയുടെ ചേട്ടനാണല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അങ്ങേറ്റം ചൈതന്യ മഹാപ്രഭുവിനെ ചിന്ത മാത്രം ഇരിക്കുന്ന ആളാണ് മുരാരി. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ സ്വപ്നം കാണാം. നമ്മൾ സ്വപ്നം കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഹലൂസിനേഷൻ എന്ന് പറയും. ചില ആൾക്കാർ പറയും ഹലൂസിനേഷൻ, ഇയാൾക്ക് ഹലൂസിനേഷൻ. അവരെപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് കൃഷ്ണനെ കുറിച്ച് മാത്രം സംസാരിക്കും, കൃഷ്ണനായിട്ട് സംസാരിച്ച കാര്യം പറയും. അപ്പോൾ ഇവർ പറയും, ഇതൊരു ഹലൂസിനേഷൻ ആണ് പറയും. ശരിയാണ്. ഹലൂസിനേഷൻ വെച്ചാൽ എന്താണ്? ഹലൂസിനേഷൻ വെച്ചാൽ നമുക്ക് ഒന്നിനെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് മാത്രമേ കാണുമ്പോൾ. ഇപ്പോൾ ഭയം, സംശയം, ഇതൊക്കെയും ഹലൂസിനേഷൻ്റെ ഭാഗമാണ്. ഭയം, സംശയമുള്ള ഭാര്യ ഭർത്താക്കന്മാരെ പരസ്പരം സംശയിക്കും, ഭയപ്പെടും. സംശയത്തിൽ വേറെ ആളായിട്ട് ബന്ധമുണ്ട്, അങ്ങനെയൊക്കെ ചിന്തിച്ച് വളരെയധികം ദുഃഖിതം. അങ്ങനെ അല്ലെങ്കിൽ സ്വയം വലിയൊരാളാണ് കണക്കാക്കുന്ന ആള് വിചാരിക്കുന്നത് എല്ലാവരും തന്നെ പൊഴുത്തുകയാണ്, അങ്ങനെ താൻ വലിയ മഹാനാണ് വിചാരിച്ച് സ്വയം കണക്കാക്കുക. ഇതെല്ലാം ഹലൂസിനേഷന്റെ ഭാഗമാണ്. കാരണം അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ കൃഷ്ണനായിട്ട് സംസാരിച്ചു എന്ന് പറയുമ്പോൾ ഇത് ഹലൂസിനേഷൻ ആണെങ്കിൽ ശരി, എന്താണ് തെറ്റുള്ളത്? കാരണം കൃഷ്ണനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ കൃഷ്ണനെ സംസാരിച്ച വാസ്തവമാണ്. ഇനി അല്ല നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഹലൂസിനേഷൻ ആണ് പറയാൻ തന്നെ അതിനെന്താണ് തെറ്റുള്ളത്? അപ്പൊ അതുകൊണ്ട് ഇവിടെ ഷിഖി മഹൈതി അദ്ദേഹം സ്വപ്നം കാണണം. ചൈതന്യ മാത്രമേ സ്വപ്നം കാണുള്ളൂ. പക്ഷെ ഇതിൽ വളരെ കൃത്യമാണ്. കാരണം അത് ഇത് താത്വികമായിട്ട് ശരിയാണ്. ചൈതന്യ മഹാപ്രഭു ഈസ് കൃഷ്ണ ഹിംസെൽഫ്. അതുകൊണ്ട് ജഗന്നാഥന്റെ ശരീരത്തിൽ പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹം സ്വയം ജഗന്നാഥ് തന്നെയാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ശ്രീമായിരിക്കും. പിന്നെ ശ്ലോകത്തെ മാധവി ദേവി പറയുന്ന മാധവി ദേവി 17-ാമത്തെ, അതായത് നേരത്തെ നമ്മൾ 10-60ഓളം നവദ്വീപ് മായാപൂരിലത്തെ ഭക്തന്മാരെ പറ്റി മനസ്സിലാക്കി. ഇതിപ്പോ ഒറീസയിലത്തെ പുരിയിലത്തെ ഭക്തന്മാരാണ്. അതിൽ മാധവി ദേവി 17-ാമത്തെയാണ്. ചരിതാമൃതം ഈ അന്ത്യലിയിലെ 104-106 ശ്ലോകങ്ങളിലെ മാധവി ദേവി പറയുന്നുണ്ട്. മാധവി ദേവി രാധാറാണിയുടെ മെയ്ഡ് സെവൻ തന്നെ, കാലാക്കേലി എന്ന് പറയുന്ന മെയ്ഡ് സെവൻ തന്നെയാണ്. അപ്പൊ ഇവിടെ പറയുന്നത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ചൈതന്യ മഹാപ്രഭുവിന് 3.5 ഏറ്റവും അടുപ്പമുള്ള, ഏറ്റവും രഹസ്യമായിട്ടുള്ള 3 ഡിവോട്ടീസ് എന്ന് പറയുമ്പോൾ റായ് രാമാനന്ദ്, സ്വരൂപ് ദാമോദര, ഷിഖി മാഹീതി. ഷിഖി മാഹീതിയുടെ അനിയത്തിയായിട്ടുള്ള മാധവി ദേവി. അപ്പോൾ മാധവി ദേവി സ്ത്രീ ആയതുകൊണ്ട്, ചൈതന്യ മഹാപ്രഭു സ്ത്രീകളായിട്ട് അധികം ബന്ധമില്ലാത്തതുകൊണ്ട് നേരിട്ട് സേവ ചെയ്യാനുള്ള അവസരം ഒരിക്കലും ചൈതന്യ മഹാപ്രഭു കൊടുക്കില്ല. ബാക്കി 3 പേർക്ക് നേരിട്ട് സേവ ചെയ്യാം. പക്ഷെ മാധവി ദേവിക്ക് സേവ ചെയ്യില്ല. പക്ഷേ മാഹിതി ഷിഖിന്റെയും അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഡ്രസ്സെല്ലാം, തുണിയെല്ലാം അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് എടുത്തിട്ട് ഷിഖി മാഹിതിക്ക് കൊടുക്കും, മാധവി ദേവിക്ക് കൊടുക്കും. മാധവി ദേവി അലക്കി വൃത്തിയാക്കി, അങ്ങനെ പല സേവകൾ ചൈതന്യ മഹാപ്രഭുവിന് വേണ്ടി സേവ ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് മാധവി ദേവി 1/2 ഡിവോട്ടിയായിട്ട്, 3.5 ഡിവോട്ടീസാണ് ചൈതന്യ മഹാപ്രഭുവിനുള്ളത്. അടുത്തതിനെ പറ്റി പറഞ്ഞത് ഈശ്വരപുരിയിലെ ശിഷ്യന്മാരാണ്. ഈശ്വരപുരിയുടെ ശിഷ്യന്മാരായിട്ടുള്ള ബ്രഹ്മചാരി കാശീശ്വര 1, പിന്നെ ഗോവിന്ദ എന്ന് പറയുന്ന 2 ഈശ്വരപുരിയുടെ ശിഷ്യന്മാരാണ്. ഇവർ 2 കാശീശ്വരനും ഗോവിന്ദയും. ഇവര് ഗണോദേശ ദീപികയില് കൃഷ്ണന്റെ
സ്വന്തം പേഴ്സണൽ ആയിട്ടുള്ള സെർവൻസ് ആയിട്ടുള്ള ഭൃംഗാര ആൻഡ് ഭാങ്കുര എന്ന് പറയുന്ന രണ്ടുപേരായി. അതിപ്പോൾ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ശിഷ്യന്മാർ സെർവൻസ് ആയിട്ട് വരികയാണ്. അപ്പോൾ ഈശ്വരഗുരിയുടെ ശിഷ്യന്മാർ എന്ന് പറയുമ്പോൾ ചൈതന്യ മഹാപ്രഭു ഈശ്വരഗുരിയുടെ ശിഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ഗോഡ് ബ്രദേഴ്സാണ്. പക്ഷേ ഈശ്വരഗുരു എന്ത് പറഞ്ഞു? അവസാനിക്കുന്ന ശരീരം പെടുന്ന സമയത്ത് പറയും, ഇവർ രണ്ടുപേരോടും, കാശീശ്വരനോടും ഗോവിന്ദനും പറയാണ്, നിങ്ങൾ പുരിയിൽ പോയി ചൈതന്യ മഹാപ്രഭുവിൻ്റെ സേവ ചെയ്യണം. താൻഡ്ര സിദ്ധികാലെ ദ്വാനെ താൻഡ്ര ആജ്ഞപാന നിലാചലെ പ്രഭുസ്ഥാനെ മില്ല ആസിയ. In the list of prominent devotees of Nilachala, Kashishwara was the 18th and Govinda was the 19th. They both came to see Chaitanya Mahaprabhu at Jagannatha-puri, being thus ordered by Ishwarapuri at the time of his passing away. Ishwarapuri ശരീരം വിടുന്ന സമയത്ത് കൽപ്പിക്കുകയാണ്, നിങ്ങൾ അവിടെ പോകണം, ചൈതന്യ മഹാപ്രഭുവിനെ സേവ ചെയ്യണം, അതാണ് എൻ്റെ അവസാനത്തെ ആഗ്രഹം. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കേണ്ട ആവശ്യമില്ല, ഇവിടെ തന്നെ പുറപ്പെട്ടതോ. ചൈതന്യ മഹാപ്രഭുവിനെ പോയിട്ട് ഒറീസയിലെ ജഗന്നാഥപുരിയിൽ അദ്ദേഹം ഉണ്ട്, അവിടെ പോയിട്ട് അദ്ദേഹത്തിന് സേവ ചെയ്യാം. അപ്പോൾ ചൈതന്യ മഹാപ്രഭുവിനൊരു ബുദ്ധിമുട്ട്, ഗുരുര സംബന്ധേ മാന്യകൈലാ ദുൻഹാകാരേ താൻഡാജ്ഞമാനി സേവാതിലേനാ ദുൻഹാരേ. കാശീശ്വരൻ ഗോവിന്ദൻ രണ്ടുപേരും ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഗോഡ് ബ്രദേഴ്സ് ആണ്. എന്നുവെച്ചാൽ ഒരു സ്റ്റാറ്റസ് സെയിം ആണ്, ഒന്നാണ് അവർ. അതുകൊണ്ട് ഒരിക്കലും അവരിൽ നിന്ന് സേവ വാങ്ങിക്കാൻ ആഗ്രഹിക്കില്ല. അപ്പം നമ്മുടെ ഗോഡ് ബ്രദറിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് സേവ കൊടുക്കുന്നില്ലാണ്ട് അവരിൽ നിന്ന് സേവ ഇങ്ങോട്ട് ഒരിക്കലും വാങ്ങിക്കില്ല. നമ്മൾ അവരുടെ ദാസനാണ്, അവർ നമ്മുടെ പ്രഭുവാണ്. അതുകൊണ്ട് പ്രഭുവിനെ സേവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. സേവ ഇങ്ങോട്ട് സ്വീകരിക്കില്ല. ആ ചൈതന്യ മഹാപ്രഭുവിനെ സംബന്ധിച്ചോളം കാശീശ്വരനായും ഗോവിന്ദനും രണ്ടിനും അദ്ദേഹത്തിൻ്റെ ഗോഡ് ബ്രദേഴ്സാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സേവനം വാങ്ങിക്കും. പക്ഷെ ഇവിടെ ഗുരുവിൻ്റെ ആജ്ഞയാണ്, ഈശ്വരയുടെ ആജ്ഞയാണ്. അപ്പോൾ ഈശ്വരയുടെ ആജ്ഞ അത് ലംഘിക്കാൻ പാടില്ല, അത് അനുസരിക്കണം. ചൈതന്യ മഹാപ്രഭുവിനെ വേറൊരു ഉദാഹരണം നമുക്ക് കേട്ടിട്ടുണ്ട്. ഈശ്വരപൂരി നീ വിഡ്ഢിയാണ്, നിനക്ക് വേദാന്ത സൂത്രമൊന്നും ചെയ്തില്ല, അതുകൊണ്ട് നീ ഈ കാര്യം ചെയ്യും, നീ എപ്പോഴും ഭഗവാനെ തിരുനാമം ജപിച്ചുകൊണ്ടിരിക്കുക, സങ്കീർത്തനം ചെയ്യുക, അതിൽ മുഴുകി ആടുക. അപ്പോൾ നിമായി പണ്ഡിതൻ എന്ന് പറയുന്ന ചൈതന്യ മഹാപ്രഭു ആദ്യം നിമായി പണ്ഡിതനാണ്. അദ്ദേഹം എല്ലാ ആൾക്കാരെയും അദ്ദേഹത്തിന് അത്ര തത്വം ജ്ഞാനം അറിയുന്ന ആൾക്കാരെ ആരുമില്ല. പക്ഷെ ഇവിടെ ഈശ്വരപുരി നീ ഒരു വിഡ്ഢിയാണ്, നിനക്കൊന്നും മനസ്സിലാവില്ല പറയുമ്പോൾ ശരിയാണ് അങ്ങ് പറയും, 100% ശരിയാണ്, ഞാൻ വിഡ്ഢി തന്നെയാണ്, എനിക്ക് ഇതൊന്നും മനസ്സിലാവില്ല, അതുകൊണ്ട് അങ്ങ് പറഞ്ഞ മാതിരി ഞാനത് ചെയ്യാം എന്ന് പറഞ്ഞ് അദ്ദേഹം സങ്കീർത്തനം ആരംഭിക്കുകയാണ്. അതുകൂടി അദ്ദേഹത്തിന് ഭയങ്കര എക്സ്റ്റാറ്റിക് ആയിട്ടുള്ള അഷ്ടസാത്വിക ഭാവം മുഴുവൻ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വരികയാണ്. പിടിച്ചാൽ കിട്ടാത്ത ഇതിലാണ്. പിന്നെ ചൈതന്യചരിതാമൃതം അവസാന അന്തിലീലയുടെ അവസാനത്തെ അധ്യായങ്ങൾ ചൈതന്യ മഹാപ്രഭുവിന്റെ ആ വിരഹവേദന എന്താണ് ഗംഭീരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചൈതന്യ മഹാപ്രഭു ചോദിച്ചു ഈശ്വരനോട്, നമ്മൾ ചരിത്രത്തിൽ വായിച്ചപ്പോൾ മനസ്സിലായി, ചോദിച്ചു എന്താ ഗുരു എന്താണ് സംഭവിക്കുന്നത്, എനിക്ക് എന്താ മനസ്സിലാവുന്നില്ല, എന്താ നടക്കുന്നത്, സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈശ്വരപുരി വേണം, ശരിയാണ്, ഇപ്പോൾ നീ ശരിക്കും മനസ്സിലാക്കിയിരിക്കുകയാണ്, നൗ യു ആർ റിയലൈസ്ഡ് എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കേണ്ടത്. ഇനി നീ പ്രീച്ച് ചെയ്യണം. ഇത് എന്താണ് മനസ്സിലാക്കിയത്, ഈ ആനന്ദം എന്താണ് മനസ്സിലാക്കിയപ്പോൾ ഈ ആനന്ദം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. ഈ ആനന്ദമാണ് കൃഷ്ണപ്രേമമാകുന്ന ആനന്ദം, നീ കൈവരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് നീ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം എന്നൊരു ആജ്ഞ കൊടുക്കും. അപ്പോൾ ഗുരുവിൻ്റെ ആജ്ഞ എന്തായാലും പാലിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വ്യക്തിപരമായ രീതിയിൽ പറയുകയാണെങ്കിൽ ചൈതന്യ മഹാപ്രഭു ഒരിക്കലും സ്വീകരിക്കില്ല, കാശീശ്വരൻ്റെയും ഗോവിന്ദനെ ഒരിക്കലും സ്വീകരിക്കില്ല. പക്ഷെ ഗുരു പറഞ്ഞുകൊണ്ട് അത് സ്വീകരിക്കാം. യസ്യ പ്രസാദാത് ഭഗവത് പ്രസാദോ യസ്യ പ്രസാദാത് ന ഗതി കുടോപി. ഇത് പറയുമ്പോൾ നമ്മൾ ശ്രീരംഗത്ത് പോയപ്പോൾ അവിടെ നമ്മുടെ മരണപ്പെട്ട ആളാണ് നന്ദപുത്രാസ്, അതിൻ്റെ ടെമ്പിൾ പ്രസിഡന്റ്. പക്ഷെ നമ്മൾ പ്രസാദം കഴിക്കാൻ പോയപ്പോൾ
ആ ടേബിളിൽ നന്ദപ്രദാസിനൊപ്പം വേറെ ഡിവോട്ടി ഉണ്ട്. കണ്ടു കഴിഞ്ഞാൽ വളരെ നല്ല ഡിവോട്ടി, നല്ല ഡിവോട്ടി ലുക്ക്, നല്ല ഐശ്വര്യമുള്ള. അപ്പോൾ അദ്ദേഹം ബാംഗ്ലൂരിലത്തെ ഡിവോട്ടിയാണ്. ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ ഇദ്ദേഹത്തിനെ അറിയാം, നന്ദപ്രദാസിനെ അറിയാം, അദ്ദേഹത്തിനൊപ്പം നിൽക്കണം. അവർ തമ്മിൽ ഒരു അദ്ദേഹത്തിൻ്റെ വീട് ശ്രീരംഗത്തിൻ്റെ അകത്ത് കൊടുക്കാൻ വേണ്ടി വന്നൊക്കെയാണ്, പ്രീച്ചിങ്ങിന് വേണ്ടി. അതാണ് അദ്ദേഹം വരാനുള്ള കാരണം. അപ്പോൾ നമ്മളെ പരിചയപ്പെടുത്തി, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. അപ്പോൾ ഇതേപോലെ പറഞ്ഞു നന്ദപ്രദാസും അദ്ദേഹം ആദ്യം ബോംബെയിലായിരുന്നു, ബോംബെ സ്കൂളിൽ, അതൊന്ന് വിട്ടു, ബാംഗ്ലൂരിൽ നിന്ന് വിട്ടു, ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ്. അപ്പോൾ ഈ പ്രഭുവും ഇൻഡിപെൻഡൻ്റ് ആണ്. അദ്ദേഹം ബോംബെ ആയിട്ടുള്ള അല്ല അസോസിയേഷനുള്ള ജയപ്രകാശ് സ്വാമിയുടെ ശിഷ്യനാണ്. പക്ഷേ അവരായിട്ട് നിൽക്കുന്നില്ല, അദ്ദേഹം ഇൻഡിപെൻഡൻ്റ്. അപ്പോൾ എൻ്റെ അതേ സ്ഥാനം തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കണം അദ്ദേഹം. പക്ഷേ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൽ ഓപ്പൺ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു ശരിയാണ്, ബാംഗ്ലൂരായിട്ട് നമുക്ക് ബന്ധമൊന്നുമില്ല, പക്ഷേ ആ ഫിലോസഫി പ്രകാരം അത് ഞാൻ എപ്പോഴും അത് തന്നെയാണ് നിൽക്കണത്. അതെന്താ വൃത്തിക്കായിട്ടുള്ള സിസ്റ്റത്തിക് ചൈതന്യ മഹാപ്രഭുവിൻ്റെ അല്ല ശീല പ്രഭുവിൻ്റെ ഉത്തരവ് അതാണ്. ആ ഉത്തരവ് ഞാൻ പൂർണ്ണമായും മാനിക്കുന്നുണ്ട്, എപ്പോഴും മാനിക്കുന്നു. ഞാൻ അദ്ദേഹം ഓപ്പൺ ആയതുകൊണ്ട് ഇപ്പോൾ നന്ദപ്രദാസിനെ സംബന്ധിച്ചാൽ അദ്ദേഹം വൃത്തിക്ക് തന്നെയാണ് ശരി, പക്ഷേ ഉള്ളിൽ പുറത്ത് കാണിക്കുന്നില്ലാണ്. അദ്ദേഹത്തിന് അറിയാം ഇത് ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹം എല്ലാവരും പറയാനുണ്ട്, സകല ആൾക്കാരും ദീക്ഷ സ്വീകരിക്കാൻ ആരെങ്കിലും വരികയാണെങ്കിൽ ആഗ്രഹിക്കുന്ന ആരെങ്കിലും പറയും, നിങ്ങൾ ആരുടെ വേണമെങ്കിലും ഏത് ഗുരുവിൽ നിന്ന് വാങ്ങിച്ചോ, പക്ഷേ അവസാനം മനസ്സിലാക്കണം, നിങ്ങൾക്ക് കൃഷ്ണനടുത്ത് പോകണമെങ്കിൽ പ്രഭുപാദയെ തന്നെ ആശ്രയമുള്ളൂ എന്ന് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ അദ്ദേഹം ഓപ്പണായിട്ട്, പക്ഷേ അതും പ്രശ്നങ്ങളാണ്. പക്ഷേ എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം പങ്കെടുത്ത് നിൽക്കുന്നു. പക്ഷേ ഉള്ളുകൊണ്ട് അദ്ദേഹം ഋത്വിക്കാണ്, ഇൻഡയറക്റ്റ് ഋത്വിക്. ഇപ്പം ഞാനും വിചാരിച്ചു ഇദ്ദേഹം ഇങ്ങനെയായിരിക്കും വിചാരിച്ചു. പക്ഷെ അങ്ങനെ അദ്ദേഹം ആകെ ഭയങ്കര ഇവര് ബോഗസ് സംസാരിക്കണം. ഞാൻ പറഞ്ഞു അദ്ദേഹം എടുത്ത വഴിക്ക് അറിയണം, ഈ ഉത്തരവ് ജൂലൈ 9 ഉത്തരവ് ഓർഡർ എന്ന് പറയുന്നത് ജൂലൈ 7 കോൺവെർസേഷൻ ഉണ്ട്. തമാൽ കൃഷ്ണ ഗോസ്വാമി സെക്രട്ടറി, അദ്ദേഹം പ്രഭുപാദം തമ്മിൽ കോൺവെർസേഷൻ ഉണ്ട്. അതിൽ കുറേ ബാക്ക്ലോഗ് ഉണ്ട്, കുറേയധികം ശിഷ്യന്മാർ, കുറേ ഡിവോട്ടീസ് ദീക്ഷ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ദീക്ഷ കൊടുത്തിട്ടില്ല അവർക്ക്. അത് അതിൻ്റെ ലിസ്റ്റ് വലുതായി വരികയാണ്. അപ്പോൾ ദീക്ഷ റെപ്രസെൻറ്റേറ്റീവായിട്ട് കുറേ ആൾക്കാരുടെ പേര് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരുകൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അങ്ങനെയല്ല ആ കോൺവെർസേഷൻ പോകുന്നുണ്ട് അവിടെ. അപ്പോൾ അദ്ദേഹം ഇതാണ് അടിസ്ഥാനം, ഈ ജൂലൈ 7 കോൺവെർസേഷനാണ് ഈ ഓർഡറിന് അടിസ്ഥാനം. അപ്പോൾ എന്ന് വെച്ചാൽ അത് താൽക്കാലികമാണ്, തൽക്കാലം കുറേ ഡിവോട്ടീസ് ദീക്ഷ കൊടുക്കണം, അതിന് വേണ്ടിയിട്ടുള്ള ഓർഡറാണ് ജൂലൈ 9 ഓർഡർ എന്ന് അതിൽ ആദ്യം വാദിക്കേണ്ടത്. ഞാൻ അങ്ങനെയല്ല സൂപ്പർ. ഇതിൻ്റെ തുടക്കത്തിൽ ജൂലൈൻ്റെ ഫസ്റ്റ് സെൻറ്റൻസ് തന്നെ റീസെൻ്റ്ലി വെൻ ഓൾ ദ GBC മെമ്പേഴ്സ് മെറ്റ് ശില പ്രഭുപാദ്, അങ്ങനെ തുടങ്ങുന്നത്. അത് മെയ് 28 ആണ്. മെയ് 28 GBC മെമ്പേഴ്സ് മീറ്റ് ശില പ്രഭുപാദ് എന്ന് നമ്മൾ വേദാഭ്യാസം ഉപയോഗിക്കാൻ കാണാൻ പറ്റും. അതിൻ്റെ അടിസ്ഥാനം അതിൽ ആദ്യം തന്നെ സ്വരൂപ് ദാസ് ഗോസ്വാമി പറയുന്നുണ്ട്, ഇനി ഭാവിയിൽ 2 ദീക്ഷകളും, നാമദീക്ഷയും ബ്രാഹ്മണദീക്ഷയും, പ്രത്യേകിച്ചും അങ്ങ് ഇവിടെ ഇല്ലാത്ത ഈ ഭൂമിയിൽ പ്രസന്റ് ഇല്ലാത്ത സമയത്ത് എങ്ങനെ നടത്തണം എന്നാണ് ചോദ്യം. അപ്പം ഞങ്ങൾ ഇതാണല്ലോ ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള റെഫറൻസ് അതല്ലേ, ഇത് വെറും റൂം കോൺവെർസേഷൻ അല്ലേ? റൂം കോൺവെർസേഷൻ തമാൽ കൃഷ്ണ ഗോസ്വാമി പ്രഭുപാദം തമ്മിൽ റൂം കോൺവെർസേഷൻ അല്ലേ ജൂലൈ 7 അതായത് ജൂലൈ 9 ജസ്റ്റ് 2 ദിവസം മുമ്പ്. അപ്പോൾ അതാണ് അടിസ്ഥാനം. ജൂലൈ 7 അടിസ്ഥാനത്തിൽ അദ്ദേഹം ബാധിക്കണം. പിന്നെ അതെല്ലാം ഇത് റൂം കോൺവെർസേഷൻ ആണ്. പക്ഷേ ഓർഡറിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, GBC മെമ്പേഴ്സ് ആയിട്ടുള്ള മീറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഓർഡർ എന്ന് പറയുമ്പോൾ അതേപോലെ അപ്പോൾ അത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. അതിനുശേഷം മെയ് 28 ശേഷം GBC മീറ്റിംഗ് നടന്നിട്ടില്ല, അങ്ങനെ പറയാൻ പറ്റും? ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് റൂം കോൺവെർസേഷനാണ്. പക്ഷെ അദ്ദേഹം സ്വരയ്ക്ക് മാറിയിട്ടായിരുന്നു. ഇത് ആകെ പെട്ടെന്നൊരു അടി കിട്ടിപ്പോൾ അദ്ദേഹം തുടങ്ങി. അതിനുശേഷം ഇവര് വന്നിട്ടുണ്ടാകും, അവർ മിണ്ടാതിരുന്നാണോ, ചിലപ്പോൾ എല്ലാവരും മിണ്ടാതിരുന്നുണ്ടാവും, ഇയാളെ മാത്രമേ സംസാരിച്ചിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ പറയാൻ പറ്റും അത് റൂം കോൺവെർസേഷനാണ് എന്ന രീതിയിൽ ബാധിക്കുകയാണ്. പിന്നെ അയാൾ പറയണം മെയ് 28 അല്ല ആ ഡിസ്കഷനിൽ സബ്സുദാസ് ചോദിക്കുന്നുണ്ടല്ലോ എങ്ങനെയാണ് ദീക്ഷ നടത്തേണ്ടത് പറയുമ്പോൾ പ്രഭുപാദ് പറയുന്നു, വെരി സൂൺ ഐ വിൽ അപ്പോയിന്റ് സം ഓഫ് യു ആസ് ഒഫീഷ്യലിംഗ് ആചാര്യാസ്. അതാണ് ഉത്തരം. അടുത്ത് തന്നെ നിങ്ങളെ ഞാൻ ഔദ്യോഗികമായിട്ടുള്ള എൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് കുറേ ആൾക്കാരെ ഞാൻ നിയമിക്കും ആസ് ഒഫീഷ്യേറ്റിംഗ് ആചാര്യാസ് എന്ന് പറയുന്നത്.
അപ്പൊ ഇദ്ദേഹം പറഞ്ഞ ഒഫീഷ്യലിംഗ് ആചാര്യൻ എന്ന് വെച്ചാൽ ആക്ച്വലി ഗുരു തന്നെയാണ്. ഒഫീഷ്യലിംഗ് ആചാര്യൻ ഗുരുവാണ്. അപ്പോ ഗുരുവായിട്ട് ഉദ്ദേശിച്ചാണ് ശില പ്രഭാത് പറഞ്ഞേക്കണേ. ശിലപ്രഭാതന്റെ ഒരു ലെറ്ററിൽ അങ്ങനെ പറയുന്നുണ്ട് എന്നൊക്കെ അദ്ദേഹം വാദിച്ചു. പക്ഷെ ഇത് നെക്സ്റ്റ് സെന്റൻസ് ഒഫീഷ്യലിംഗ് ആചാര്യനെ ഞാൻ നിയമിക്കുന്നത് ശിലപ്രഭാത് പറയുമ്പോൾ സത്സുരദാസ് ചോദിക്കുന്നുണ്ട് അത് ഋത്വിക്. അപ്പൊ ശിലപ്രഭാത് യെസ് ഋത്വിക് എന്ന് പറയുന്നത്. അപ്പൊ അതിന് അദ്ദേഹത്തിന് ഉത്തരമില്ല. അല്ല, അത് ശിലപ്രഭു പറഞ്ഞു പോയി എന്നുള്ളൂ. അപ്പോ എന്തൊരു അപരാധമാണ് ഇവരെ അദ്ദേഹം പറഞ്ഞു മനസ്സിലാവുന്നില്ല. ഒന്നാമത് ശിലപ്രഭാത് ഇവരെ ഗുരുക്കളായിട്ടാണ് നിയമിക്കണമെങ്കിൽ അതേ പറയുള്ളൂ. സൂൺ ഐ അപ്പോയിന്റ് യു ഫ്രീ ഓഫ് യു ആസ് ഗുരുസ്. ശിലപ്രഭാത് നേരിട്ട് പറയുന്ന കാര്യങ്ങൾ നേരിട്ട് പറയുന്നു. ഡയറക്റ്റ് ആയിട്ടുള്ള മുഖ്യവാണിയാണ്. ഇൻഡയറക്റ്റ് ആയിട്ട് മായാവാദികളെ പറയുള്ളൂ. ഇത്രയും പ്രധാനപ്പെട്ട വിഷയത്തില് എന്തുകൊണ്ട് ഇൻഡയറക്റ്റ് പറയണം? നിങ്ങളെ ഞാൻ ഗുരുക്കളൊക്കെ ആഗ്രഹിക്കണം, ശിലപ്രഭാത് ആഗ്രഹിക്കണമെങ്കിൽ നേരിട്ട് എന്താ പറയുള്ളൂ? ഞാൻ ഗുരുക്കളായിട്ടാ, നിങ്ങളെ ഞാൻ ഗുരുക്കളായിട്ട്, ചില ആൾക്കാരെ ഞാൻ ഗുരുക്കളായിട്ട് ഞാൻ നിയമിക്കും. പിന്നെ സത്സുരദാസ് ഋത്വിക് ആണോ ചോദിക്കുമ്പോ ഋത്വിക് ആണോ പറയുന്നു. അപ്പോ ഗുരുവാണ്, ഗുരുക്കളായിട്ട് തന്നെ പിന്നെ നിയമിക്കണമെങ്കിൽ പിന്നെ ഋത്വിക്കായിട്ട് എന്തിനാ ശിലപ്രഭാത് സംസാരിക്കണം? ദാറ്റ് മീൻസ് ഈസ് മിസ്ലീഡിങ് ദ ഡിവോട്ടീസ്. ഡിസൈപ്പിൾസിനെ അറിഞ്ഞ് മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുക ചെയ്യണമോ? വലിയ അപരാധം. ഇവരുടെ പരിപാടി അങ്ങനെ ഇവർക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല. ഡോക്ടേഴ്സ് എവിഡൻസ് പ്രകാരം ഋത്വിക്കാണ്. അപ്പൊ പല ആർഗ്യുമെന്റ്സ് വരും. പല ആർഗ്യുമെന്റ്സും കണ്ടമാനം അബദ്ധങ്ങളും കണ്ടമാനം അപരാധങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് ഗുരുവിന്റെ ആജ്ഞ എന്താ വെച്ചാൽ അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ അവസാനം പ്രശ്നത്തിലേ വരുള്ളൂ. ഇവിടെ ജയപ്രദസ്വാമിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് വന്നിട്ട് അതിനിടയ്ക്കിടയ്ക്ക് ഞാൻ ഹോസ്പിറ്റലാണ്. ഉടനെ ഹോസ്പിറ്റലായി കഴിഞ്ഞാൽ എല്ലാവരും അയ്യോ അദ്ദേഹം അതീവ ഗുരുതരം, ഞാൻ കല്യാക്കി പറയില്ല, ഉടനെ ഭക്തന്മാരെല്ലാം കൂടി ആകെ ഡെവൂട്ടീസാണ് ഭയങ്കര അപ്സെറ്റായി. അപ്പൊ ഇപ്പോൾ അദ്ദേഹം ഡലാസ് ഹോസ്പിറ്റൽ. അപ്പൊ ഞാൻ നമ്മുടെ ഒരു ഫ്രണ്ട് BCD വഴി നല്ല കീർത്തനീയനൊക്കെ വിചിത്ര ചൈതന്യദാസ്. അപ്പൊ അദ്ദേഹം എനിക്ക് ഫോർവേഡ് ചെയ്തു ഇങ്ങനെ. അപ്പൊ അവർക്ക് അതിന് ഭയങ്കര പക്ഷെ അവർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ട്, സങ്കടം. അപ്പൊ ഞാൻ ജെമിനി പോയിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഒരു ആപ്പാണ് ജെമിനി എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ അതിൽ നിന്നാണ് കൂടുതൽ എടുക്കുന്നുണ്ട്. ചോദിച്ചു എങ്ങനെയാണ് പ്രസന്റ് സ്റ്റാറ്റസ്, എന്താണ് അദ്ദേഹം അഡ്മിറ്റ്. അപ്പോൾ പറഞ്ഞു അഡ്മിറ്റഡ് ആണ്, റെസ്പിറേറ്ററി പ്രശ്നങ്ങളുണ്ട്, കുറച്ചൊക്കെ പ്രശ്നം, ഡയാലിസിസിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ബട്ട് ഓവറോൾ ഡെലിക്കേറ്റ് സിറ്റുവേഷൻ ആണ്. എന്നാലും ഈ സ്റ്റേബിൾ, ഭയങ്കര ചെയർഫുൾ ആണ്, ചാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമുക്കുള്ള റിപ്പോർട്ടാണ്. അത് ആരോഗ്യമായിട്ട് പ്രശ്നമുണ്ട്, പക്ഷേ അദ്ദേഹം ഇതായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ഇവരെല്ലാം കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അതിങ്ങനെ ഉടനടി ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഇങ്ങനെ ചെയ്യും. പക്ഷെ ഇവര് മനസ്സിലാക്കുന്നില്ല പ്രഭാതയുടെ ഉത്തരവ് എന്താണ്? താനാണ് ഗുരു എന്ന് പറഞ്ഞു. ഇവരത് തെറ്റിച്ചുകൊണ്ട് സ്വയം ഗുരുക്കളാണ്. അപ്പോ ചൈതന്യ മഹാപ്രഭുവിന്റെ കൃഷ്ണനായിട്ടുള്ള ചൈതന്യ മഹാപ്രഭു പ്രഭുവാദിന്റെ ബന്ധപ്രകാരം പ്രഭുവാദിക്ക് മാത്രമേ ഒരാളെ കൃഷ്ണനെടുത്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇനി ഇവരെ സംബന്ധിച്ചോളം ലംഘിച്ച ശിലാപ്രഭാതന്റെ ഉത്തരവ് ലംഘിച്ചാൽ പോലും ശിലാപ്രഭാത് സോ മെർസിഫുൾ, അവരെ വീണ്ടും കൊണ്ടുപോകും. അദ്ദേഹം തന്റെ ശിഷ്യനായതുകൊണ്ട് ശിഷ്യന്മാരെ കൃഷ്ണനിലേക്ക് എത്തിക്കുക എന്നുള്ളത് പ്രഭുവാദരുടെ കടമയാണ്. അദ്ദേഹം ചെയ്യും. അദ്ദേഹം ഒരു ലെറ്റർ ഉണ്ട്, ജൂലൈ 7, 16 ഡേറ്റില് ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ട് ജയപ്രദസ്വാമിക്ക് തന്നെ. ഇങ്ങനെ ഗുരു നിഷേധിച്ചാലും ശരി ആ ശിഷ്യനെ ഞാൻ തിരിച്ചു കൊണ്ടുപോകും എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് പ്രഭാതര ശിഷ്യനായിരിക്കണം. പ്രഭാതര ശിഷ്യന്മാർക്ക് മാത്രമേ എത്തിയുള്ളൂ. അപ്പൊ ഇവരെ ദീക്ഷ കൊടുക്കുമ്പോൾ അവരാരും ഈ പറഞ്ഞ ആൾക്കാരും ശീലപ്രഭാതന്റെ ശിഷ്യന്മാരാവുന്നില്ല. അപ്പൊ അവർക്ക് കൃഷ്ണനടുത്തേക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ ധാരാളം ലക്ഷക്കണക്കിന് ഡിവോട്ടീസ് ഇപ്പോ 1.5 ലക്ഷം ഉണ്ടാവണേ സ്കോണില് മറ്റു ഗുരുക്കന്മാരെന്ന് സ്വീകരിച്ച ആൾക്കാരുണ്ടാവും. അപ്പൊ അവരുടെ ഗതി എന്താണെന്ന് ഇവര് മനസ്സിലാക്കുന്നില്ല, അവരും മനസ്സിലാക്കുന്നില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനാണ് നിൽക്കുന്നത്. അതാണ് ഈ ഗുരുവിന്റെ ആജ്ഞ ലംഘിക്കുക എന്നുള്ളത് കുറെ ഭവിഷ്യത്തുകൾ ഉണ്ടാക്കും, ഗുരുതരമായ ഭവിഷ്യത്തുകൾ പിന്നെ ഉണ്ടാകും. അപ്പൊ ചൈതന്യ മഹാപ്രഭു ഇത് അറിഞ്ഞുകൊണ്ട് കാശീശ്വരനെയും
ഗോവിന്ദയും തൻ്റെ സെർവൻസ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യണം. ആ ഗോവിന്ദ ശരീരം എപ്പോഴും ചൈതന്യ മഹാപ്രഭുവിന്റെ ശരീരം കെയർ ചെയ്യണം. അതിനെ കുക്ക് ചെയ്യുക, അതിനെ മസാജ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം ഗോവിന്ദനെ ഏർപ്പെടുത്തുക. കാശീശ്വരനാണെങ്കിൽ ചൈതന്യ മഹാപ്രഭു എപ്പോഴാണോ പുറത്തേക്ക് പോകുന്നത്, പ്രത്യേകിച്ചും ജഗന്നാഥപുരിക്ക് പോകണം, അദ്ദേഹത്തിന് മുമ്പിൽ നടക്കും എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ തടസ്സം മാറ്റാനായിട്ട്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, അപർഷയ ഘോഷാണി മനുഷ്യഗഹനെ മനുഷ്യഠേലി പാതാകരെ കാശി ബലവനെ. അപ്പോൾ ചൈതന്യ മഹാപ്രഭു ഇടയ്ക്ക് വരുമ്പോൾ അത് തിരക്കായിരിക്കും, ജഗന്നാഥപുരി തിരക്കാൻ. മാത്രമല്ല ചൈതന്യ മഹാപ്രഭു കാണാനായിട്ട് ആയിരക്കണക്കിന് ആൾക്കാർ എപ്പോഴും തടിച്ചു കൂടിയിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യും? കാശീശ്വരൻ വഴി തെളിയിക്കുകയാണ്. എങ്ങനെ വഴി തെളിയിക്കുക? കൈകൊണ്ട് തന്നെയാണ്, കൈകൊണ്ട് ഇവരെല്ലാം പിടിച്ച് മാറ്റുകയാണ്. അപ്പൊ എത്രത്തോളം ശക്തി അദ്ദേഹത്തിന് ഉണ്ടാവും? സകല ആൾക്കാരെയും കൈ ഉപയോഗിച്ചിട്ട് അദ്ദേഹം പിടിച്ചു മാറ്റുകയാണ്. എന്നിട്ട് പിന്നിലെ വരുമ്പോൾ ചൈതന്യ മഹാപ്രഭുവിന് എളുപ്പമായിട്ടുള്ള വഴി തുറന്നു കൊടുക്കുന്നത്. അപ്പൊ അതാണ് അദ്ദേഹത്തിന്റെ സേവ. ഗോവിന്ദനാണെങ്കിൽ ശരീര സേവ, അദ്ദേഹത്തിന് പ്രസാദം ഉണ്ടാക്കുക, എല്ലാ കാര്യം ചെയ്തെടുക്കുക, കുളിപ്പിക്കാനുള്ള കാര്യങ്ങൾ, കുളിക്കാനുള്ള ഡ്രസ്സ് തിരുമ്പി ഇതാക്കി കൊടുക്കുക, അദ്ദേഹത്തിന് മാലിഷ് ചെയ്യുക, ഇതൊക്കെയാണ് ഗോവിന്ദന്റെ സേവ. അപ്പൊ ഗോവിന്ദനെ സഹായിക്കാനായിട്ട് വേറെ രണ്ടുപേര് വരികയാണ്. രാമായി നന്ദായി ദ്വാഹേ പ്രഭുര കിങ്കര ഗോവിന്ദര സംഖ്യേ സേവാകരെ നിരന്തര. ഗോവിന്ദനൊപ്പം സ്ഥിരമായിട്ട് സേവ ചെയ്യുന്ന രണ്ടുപേർക്കായിരുന്നു രാമായി നന്ദായി നന്ദ. രാമായി നന്ദായി 20ഉം 21ാമത്തെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരായിട്ട് വരികയാണ്. അവര് ഗോവിന്ദനെ സേവ ചെയ്തുകൊണ്ട് രാമായി എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും 22 വെള്ളപാത്രങ്ങൾ, വലിയ വെള്ളപാത്രങ്ങൾ, ജലപാത്രങ്ങൾ, ചൈതന്യമഹാപ്രഭുവിന് കുടിക്കാനൊക്കെ ആയിട്ടുള്ള ജലപാത്രങ്ങൾ എപ്പോഴും നിറച്ചുകൊണ്ടിരിക്കും. നന്ദായി ആണെങ്കിൽ ഗോവിന്ദനെ വ്യക്തിപരമായിട്ട് സഹായിച്ചു. പിന്നീട് ഒരു കൃഷ്ണദാസനെ, വേറെ കൃഷ്ണദാസൻ, മുമ്പ് കൃഷ്ണദാസനായിട്ട് പറഞ്ഞിട്ട്, കൃഷ്ണദാസനാമ ശുദ്ധ കുലീന ബ്രാഹ്മണ യാരേ സങ്കലൈല കൈല ദക്ഷിണാഗമന. The 22nd devotee Krishnadasa was born of pure and respectable Brahmana family. While touring southern India, Lord Chaitanya took Krishnadas with him. ബ്രാഹ്മണ കുടുംബത്തിൽ ചെന്ന നല്ലൊരു ഭക്തനായിരുന്നു, നല്ലൊരു പണ്ഡിതനായിരുന്നു കൃഷ്ണദാസ്. ചൈതന്യ മഹാപ്രഭു പുരിയിലെത്തിയിട്ട് ആദ്യത്തെ 6 വർഷം ഭാരത പര്യടനം നടത്തുമ്പോൾ ദക്ഷിണേന്ത്യയിലേക്ക് അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. മധ്യലീല 7-9 അധ്യായങ്ങൾ അതിനെ പറ്റി പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ജലപാത്രം എടുത്തു കിടക്കുകയാണ് കൃഷ്ണദാസിന്റെ സേവ. അദ്ദേഹം അത് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ കേരളത്തിലെത്തിയപ്പോൾ, മലബാറിലെത്തിയപ്പോൾ ചൈതന്യ മഹാപ്രഭുവിനെ ആയിട്ട് വാദഗതി നടത്താനായിട്ട് ഭട്ടതിരീസ് എന്ന് പറയുന്ന, നമ്മൾ കേരള നമ്പൂരിമാരാണ് അവര്, ഭട്ടതിരിക്കാൾ അവരെ അദ്ദേഹത്തിനെ ചൈതന്യ മഹാപ്രഭുവായിട്ട് പ്രശ്നമുണ്ടായപ്പോൾ ചൈതന്യ മഹാപ്രഭുവിന്റെ ശിഷ്യനായിട്ടുള്ള കൃഷ്ണദാസൻ എപ്പോഴും അടുത്താണ്, എപ്പോഴും ക്ലോസായിട്ട് നിൽക്കും. അപ്പോൾ കൃഷ്ണദാസിനെ ആകർഷിക്കാനായിട്ട് ഭട്ടതിരീസ് ഒരു പദ്ധതി ആവിഷ്കരിക്കുകയാണ്. അതിന് പകരം സ്ത്രീയെ ഉപയോഗിച്ചുകൊണ്ട് ആകർഷിക്കുകയാണ് കൃഷ്ണദാസനെ. പക്ഷെ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന് മുടി പിടിച്ച് വെച്ച് കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. മുടി പിടിച്ച് വലിച്ച് ഇവിടെ നിൽക്കരുത്, പിടിച്ച് വലിച്ച് അദ്ദേഹത്തിനെ എടുത്തു കൊണ്ടുപോവാണ്, ഇവിടെ നിൽക്കാൻ പാടില്ല ഉണ്ട്. അപ്പോ അദ്ദേഹത്തിനെ ആ വലിയൊരു വിപത്തിൽ നിന്ന് രക്ഷിക്കുന്നുണ്ട് ചൈതന്യ മഹാപ്രഭു. പക്ഷേ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, തിരിച്ചിനി എൻ്റെ ഒപ്പം നിൽക്കണ്ട, കാര്യം നീ അവിടുന്ന് രക്ഷപ്പെട്ടു ശരിയാണ്, പക്ഷെ ഇനി എൻ്റെ ഒപ്പം നിൽക്കണ്ട, ഇനി എൻ്റെ പേഴ്സണൽ അസോസിയേറ്റ് ചെയ്യാൻ നിനക്ക് യാതൊരു യോഗ്യതയില്ല, കാരണം സ്ത്രീയിൽ ആകർഷിക്കപ്പെട്ട ആളാണ്. അതും കൃഷ്ണദാസനെ അതൊന്നും അകറ്റാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്താണ്, ചൈതന്യ മഹാപ്രഭുവിൻ്റെ പേഴ്സണൽ സേവ അത് അദ്ദേഹം നഷ്ടപ്പെടുകയാണ്. ഇനി വരുന്ന ശ്ലോകം കൊണ്ട് ബഡാ ഹരിദാസ്, ചോട്ടാ ഹരിദാസ് അവരെ പറ്റി പറയും. ഇത് ഒറീസയിലേക്ക് പുരിയിലത്തെ ഭക്തന്മാരുടെ കഥയാണ്. ഹരേ കൃഷ്ണ. നമ്മുടെ പനിഹട്ടി എന്നുള്ളത് മെസ്സേജ് കണ്ടിട്ടുണ്ടാവും. നമ്മൾ മൂലമത്താവിലാണ് ചെയ്യുന്നത്. മൂലമത്താവ് 9:30-ക്കാണ്. 9:30 അല്ല, അവിടെ നേരെ അവിടെ എത്തിയാൽ മതി, കാരണം അവിടെ സൗകര്യമാണ്. നേരെ ബസ്, ഏത് ബസ്സും അറിയാം. മുളത്താവ് ഇറങ്ങി, മുളത്താവിന്റെ ജംഗ്ഷൻ തന്നെയാണ് അയ്യപ്പ ക്ഷേത്രം. അവിടെയാണ്
എന്താ മാജി രമണി മാജി എന്താ കുളം എവിടെയാണ് അതിന്റെ? അത് നമ്മള് നമ്മള് ഈ വളപ്പായലിന് മുമ്പുള്ള സ്റ്റോപ്പാണ് മുളകത്താവ്. അല്ല അതറിയാം, കുളം അമ്പലത്തിന്റെ കുളം ആ ജംഗ്ഷൻ നേരെ വന്ന് മുട്ടുന്ന അയ്യപ്പ ക്ഷേത്രമാണ്. അതൊക്കെ അറിയാം. അതിലത്തെ കുളം അതിന്റെ സൈഡിലാണ് കുളം ഉള്ളത്. അതിന്റെ അപ്പുറത്ത് ഭഗവാൻ വിഷ്ണുവിന്റെയും ശിവന്റെയും ഒരു ക്ഷേത്രം വേറെ ഉണ്ട്. അതിന്റെ സൈഡിലാണ് കുളം. അമ്പലത്തിന്റെ ഉള്ളിൽ കൂടി കിടക്കണ കുളത്തിലേക്ക്? ആ അമ്പലത്തിന്റെ ഉള്ളിൽ കിടക്കേണ്ട ആവശ്യമില്ല. അമ്പലത്തിന്റെ ഉള്ളിൽ പോണ്ട, സൈഡിൽ കൂടെ പോവാം. പുറത്താണ്? എൻട്രി പുറത്തു കൂടി ഉണ്ട്. അമ്പലത്തിന്റെ പുറത്താണ് കുളം ഇരിക്കുന്നത്, അമ്പലത്തിന്റെ ഉള്ളിലല്ല. വലത്ത് വശത്താ ഇടത്ത് വശത്താ? വലത് വശത്താണുണ്ട്. വലത്ത് വശത്താണോ ഇടത്ത് വശത്താണോ? അറിയില്ല. ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ വടക്കായിട്ട് വരിക, അല്ല പടിഞ്ഞാറായിട്ട് വരിക. വലത്ത് ഭാഗത്ത് അല്ലേ? ശരി. അപ്പൊ 9:30 എല്ലാവരും അവിടെ വരിക. 9:30 നമുക്ക് അങ്ങനെ 1 മണിക്കൂർ സുഖമായിട്ട് അവിടെ 1.25 മണിക്കൂറിന് ശേഷം പിന്നെ അവിടുന്ന് വണ്ടികളുണ്ടാവും, നമ്മുടെ ഭക്തന്മാരുടെ വണ്ടികളുണ്ടാവും. അത് വെച്ച് നമുക്ക് നമ്മുടെ ടെമ്പിളിലേക്ക് വരാം. അപ്പൊ നേരെ അവിടേക്ക് റിപ്പോർട്ട് ചെയ്താൽ മതി സകല. ഓക്കെ, എന്തായാലും നല്ല സൗകര്യം ഇത് ഇത് വളരെ സൗകര്യം. കാരണം നമുക്ക് ആലോചിച്ചു, നമുക്ക് ഈവൻ തൃശ്ശൂർ എവിടെ നടത്തിയാലും ശരി ഡിവോട്ടീസ് ബുദ്ധിമുട്ടാ. ശക്തൻ വന്നിട്ട് പൂന്നാണെങ്കിൽ പൂന്നം, അല്ലെങ്കിൽ വേറെ പാറമേക്കാണെങ്കിൽ പാറമേക്കാവ്, അവിടേക്ക് പോകണം, തിരിച്ചു വരണം, വീണ്ടും ബസ് കയറണം, പിന്നെ പോകണം. വളരെ പാടാണ്. ഈവൻ വളപ്പായിൽ തന്നെ ശിവ ടെമ്പിൾ ആയാലും ബുദ്ധിമുട്ടാണ്. കാരണം ഈ മറ്റേ റൂട്ട് കിട്ടില്ല. ഇവിടെ വരണം, ഇവിടെ വന്നതിന് ശേഷം വളപ്പായിക്ക് പോകണം, അല്ല ശിവക്ഷേത്രം പോകണം, പിന്നെ അവിടെ തിരിച്ചു വരണം. ഇതാണ് ഏറ്റവും സൗകര്യം. വളർത്താവ് നല്ല അവിടെ ഇറങ്ങിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് സമയം വേസ്റ്റ് ആവില്ല, സൗകര്യമാണ്. ഇപ്പൊ അവരെ ആദ്യം കുറെ എന്തെങ്കിലും പറഞ്ഞു, ലെറ്റർ വേണം, അത് വേണം, പിന്നെ അവിടെ ഫോർവേഡ് ചെയ്യണം, ഇവിടെ ഫോർവേഡ് ചെയ്യണം. ഒരു ലേഡിയാണ് ദേവസ്വം ബോർഡിന്റെ അല്ലേ? ഇവിടെ ദേവസ്വം ബോർഡിന്റെ ഇത് വേണം. അപ്പൊ ഞാൻ പറഞ്ഞു, മാതാജി നമ്മളെല്ലാ ദിക്കിലും നടത്താറുണ്ട്, അതൊന്നും പ്രശ്നമില്ല. ഇവൻ കഴിഞ്ഞ വർഷം തന്നെ ശിവക്ഷേത്രവും ദേവസ്വത്തിന്റെയാണ്. നമ്മൾ ഫോർമായിട്ട് പറഞ്ഞു, സംഭവിച്ചു. അപ്പൊ പറഞ്ഞാൽ ഇപ്പൊ കുറച്ച് മാറിയിട്ടുണ്ട് അവര്, എന്താ അറിയില്ല. ഞാൻ പക്ഷെ അവരെ അന്വേഷിച്ചിട്ട് എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ എല്ലാ ദിക്കിലും അന്വേഷിച്ചു. തന്ത്രിയുടെ സംസാരിച്ചു. തന്ത്രി പറഞ്ഞു, അവിടെ ആറാട്ട് കടവുണ്ട്, ആറാട്ട് കടവിൽ ഉപയോഗിക്കാൻ പാടില്ല, ബാക്കി കടവിൽ ഉപയോഗിക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ലെറ്റർ കൊടുത്തു. അപ്പൊ ലെറ്റർ കൊടുത്തിട്ട് ഫോർവേഡ് ചെയ്യാം. ഞാൻ ഫോർവേഡ് എവിടേക്ക് ഫോർവേഡ് ചെയ്യണം? എവിടെ? ദേവസ്വത്തെ തൃശ്ശൂർ ആസ്ഥാനത്തേക്ക്. അവിടുന്ന് സാങ്ഷൻ ആവും. ഞാൻ അങ്ങനെയൊക്കെയാണ്. നമുക്ക് സമയം പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ മാതാജി? അല്ല, തന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ പ്രശ്നമില്ല, ഞാൻ കുഴപ്പമില്ല. ഇനിയിപ്പോ നമുക്ക് നടത്താം, ഇനിയിപ്പോ ചോദിക്കേണ്ട ആവശ്യമില്ല, നടത്താൻ തന്നെ. ഓക്കെ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വൈഷ്ണവേദിയോ നമോ നമഃ. 2 കോടി ഹരേ കൃഷ്ണ.